ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ ഡിഷാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ഉലുവത്തോരൻ. ആദ്യം നമുക്ക് ഉലുവ മുളപ്പിക്കണം. ഞാൻ 100 ഗ്രാം ഉലുവയാണ് എടുത്തേക്കുന്നത്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം നല്ലോണം 6 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിന് ശേഷം നല്ലോണം കഴുകിയ ശേഷം നല്ല വൃത്തിയുള്ള തുണിയിൽ കെട്ടി വയ്ക്കുക. ഈർപ്പം നിൽക്കാനാണ് ഞാൻ കെട്ടി വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റിലോ എങ്ങനെ വേണമെങ്കിൽ മുളപ്പിക്കാം. ഇതൊരു ദിവസത്തിന് ശേഷം നോക്കുമ്പോൾ നല്ല മുള വന്നിട്ടുണ്ടാവും. മുളപ്പിക്കുമ്പോൾ നമ്മൾ കറി വയ്ക്കുമ്പോൾ കുറച്ച് കയ്പ്പും കുറവായിരിക്കും. പിള്ളേർക്കൊക്കെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാം. ഇത് വളരെ ഹെൽത്തിയാണ്. കാൽഷ്യം പ്രോട്ടീനൊക്കെ റിച്ച് ഇൻ കാൽഷ്യം പ്രോട്ടീനൊക്കെയാണ്. നല്ല ബോൺസിനൊക്കെ നല്ലതാണ്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാണ്. നീർക്കെട്ടിനൊക്കെ നല്ലതാണ്. ഡയബറ്റിക്സ് ഉള്ളവർക്ക്, കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് വളരെ ഗുണം ചെയ്യും. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് പൊട്ടിക്കുക. കടുകിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കറി ലീവ്സ് ഇടാം, നമ്മുടെ കറിവേപ്പില. ഇത് കൊളസ്ട്രോളും നല്ലതാണല്ലോ. അതിൽ നല്ല സ്വാദും നല്ല മണമായിരിക്കും ഈ കറിക്ക്. ചെറിയ ഉള്ളി ജിഞ്ചർ പേസ്റ്റ് ചേർക്കുന്നവർക്ക് അത് ചേർക്കാം കേട്ടോ. അത് ഞാൻ ചേർത്തിട്ടില്ല. ഇത് നമ്മുടെ കൊങ്ങണി സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ കടുക് വറുത്ത ശേഷം നമ്മൾ ഉലുവ ഇടുന്നു. മുളപ്പിച്ച ഉലുവ, ഉപ്പ്, പിന്നെ കുടംപുളിയുടെ ഒരു ചെറിയ കഷ്ണം ഇടുന്നുണ്ട്. പിന്നെ അരമുറി തേങ്ങ ചിരകിയത്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വേവിന് ആവശ്യമുള്ള വെള്ളം. ഞാൻ 2-3 ഗ്ലാസ് വെള്ളം ഇടുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ 20-30 മിനിറ്റ് എടുക്കും അത് വേവാൻ. അത് വെന്ത ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കാം. നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല കയ്പ്പും കുറവായിരിക്കും. നമ്മൾ കുടംപുളി ഉപ്പൊക്കെ ഇടുന്നുണ്ടല്ലോ. ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടിയും ഇടാം കേട്ടോ, മുളക് പൊടി. ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ? ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. കഞ്ഞിയുടെ കൂടെ സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു.